ഹലോ, അടുത്ത ദിവസം നമുക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ഈ മോളെയാണ് എൻഗേജ്മെൻറ്റ് നമുക്ക് റെഡിയാക്കാനുള്ളത്. അപ്പോൾ ആ ഫംഗ്ഷന് മുമ്പായിട്ട് ചെറിയൊരു ഫേഷ്യലിന് വന്നിരിക്കുകയാണ് മോളിവിടെ. നമ്മളിവിടെ ബ്ലീച്ച് ഇട്ടിട്ടൊരു ഫേഷ്യലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ആദ്യം മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാതെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ചെയ്യുന്ന ഫേഷ്യലിനോ ബ്ലീച്ചിനോ ഒക്കെ കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ക്ലെൻസിങ് നന്നായി തന്നെ ചെയ്യുക. ഇവിടെ നമുക്ക് ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞ് മുഖം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ബ്ലീച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓക്സിഗ്ലോയുടെ പേൾ ബ്ലീച്ച് ക്രീമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ക്രീം ഒരു പാത്രത്തിലേക്ക് എടുത്ത് ആക്ടിവേറ്ററും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആക്ടിവേറ്റർ ക്രീമിൽ നന്നായിട്ട് അലിയിപ്പിച്ചതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. നമ്മളുടെ ബ്ലീച്ച് കഴുത്തിൻ്റെ പുറകിലും ചെവിയിലും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലീച്ച് തുടച്ച് മാറ്റിയതിന് ശേഷം ഒരു ഐസ് ക്യൂബ് വെച്ച് മുഖത്തൊക്കെ ഉരച്ച് കൊടുക്കുന്നുണ്ട്. ബ്ലീച്ച് ഇട്ടതിന് ശേഷം മുഖത്തുനിന്ന് ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഞാൻ മുഖത്ത് സ്ക്രബാണ് അപ്ലൈ ചെയ്യുന്നത്. സ്ക്രബിൽ തരികളുള്ളതാണ്, അതുകൊണ്ട് കണ്ണിലും വായിലൊന്നും പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്ക്രബ് ഇട്ട് ജസ്റ്റ് ഒരു മസാജിങ്ങിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ആ സ്ക്രബൊക്കെ ഒന്ന് സ്കിൻ വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കൈ നനച്ച് മസാജ് ചെയ്തതിന് ശേഷമാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിസൾട്ട് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സ്ക്രബ് റിമൂവ് ചെയ്യുമ്പോൾ അതിലെ തരികൾ പൂർണ്ണമായിട്ട് സ്കിന്നിൽ നിന്ന് പോകുന്നവരെ മുഖം തുടച്ച് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എടുക്കാം. ബ്ലാക്ക് ഹെഡ്സ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ചെറിയ ഐസ് ക്യൂബ് വെച്ച് മുഖത്ത് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ് എടുക്കുമ്പോൾ വരുന്ന പോർസ് എല്ലാം ഒന്ന് അടഞ്ഞു കിട്ടും. ആ ബ്ലാക്ക് ഹെഡ്സ് എടുക്കുമ്പോഴുള്ള പോർസൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്ന ക്രീമൊക്കെ ആ പോർസിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഐസ് ഇട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ ഫേഷ്യൽ ക്രീം ഉപയോഗിച്ച് മുഖത്ത് മസാജിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിവിടെ പേൽ ഫേഷ്യലാണ് ചെയ്യുന്നത്. അതിൻ്റെ ക്രീമാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ഉള്ള മസാജിങ് കൊടുത്തതിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്തിട്ട് പാക്ക് ഇട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പ് ഇവിടെ അവസാനിക്കും. മസാജിങ് കഴിഞ്ഞ് പാക്ക് ഇട്ടിരിക്കുകയാണ്.
ഇപ്പോൾ പാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് റിമൂവ് ചെയ്യാം. കല്യാണപ്പെണ്ണിൻ്റെ കൂടെ വന്ന കുഞ്ഞുവാവ കല്യാണപ്പെണ്ണിൻ്റെ മുഖത്ത് ഇതൊക്കെ ഇട്ട് കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഈ പാക്ക് ഇവിടെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേഷ്യൽ സ്റ്റെപ്പ് ഇവിടെ അവസാനിക്കുന്നതാണ്. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇവിടെ മുടിയൊക്കെ ഇവർക്ക് തൈറോയിഡ് വന്നതാണ് ഈ കുരു മുടിയൊക്കെ രണ്ട് ഫോട്ടോ എടുത്താ ഇങ്ങോട്ട് നോക്കി നല്ല മാറ്റം ഇഷ്ടപ്പെട്ട. അടുത്ത മാസം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ തരുമോ?